അങ്ങനെ നമ്മൾ മൗണ്ട് കപ്പേത്തർ നാഷണൽ പാർക്കിലെത്തി. നമ്മൾ നരാബറിയിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ദൂരം നല്ല റോഡാണ്. ഈ കപ്പൂത്തർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ പിന്നെ കുറച്ച് ഹൈ റേഞ്ചാണ്. നമ്മളിപ്പം ഞാൻ ട്രിവാൻഡ്രത്തിന് വന്നു. ട്രിവാൻഡ്രത്ത് നമ്മൾ പൊന്മുടി കയറുന്നത് പോലെ ഇങ്ങനെ വളഞ്ഞ് പോകണം. ആ റോഡാണ്. പക്ഷേ കുറച്ച് ദൂരം റോഡ് ഇച്ചിരി മോശമാണ്. ഇതേപോലെ ഗ്രാവലിലുള്ള ചരൽ റോഡാണ്, കീലില്ല. പക്ഷേ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല ഒരു വൈബ് കിട്ടും. പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കുക. കാര്യം ഒരു സൈഡ് സത്യം പറഞ്ഞാൽ ഒക്കെ തന്നെ എന്ന് വേണം പറയാൻ. കാര്യം അങ്ങോട്ട് നമ്മളൊന്ന് ഇപ്പോൾ ഫ്രണ്ടിനൊരു വണ്ടി വന്നാൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് സൈഡ് കൊടുക്കണം. മറ സൈഡ് പോയി കഴിഞ്ഞാൽ നല്ല ആഴത്തിലേക്ക് പോകും. അതാണ് ഒരു ഡേഞ്ചർ ഡ്രൈവ്. പക്ഷേ ഒരു നല്ലൊരു വൈബുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ കങ്കാരു മറ്റു മൃഗങ്ങളൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മൊബൈൽ ടവർ മെയിനായിട്ട് ഇവിടെ ഇല്ല. അതാണ് മെയിൻ ഒരു നെഗറ്റീവ്. പിന്നെ സ്ലോ ആയിട്ട് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കാര്യം ക്ലൈം ചെയ്ത് പോകുന്നത് പോലത്തെ ഒരു ഫീലാണ്. അറൗണ്ട് ഒരു 30-35 അല്ലെങ്കിൽ 40 മിനിറ്റ് എടുക്കും നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുകളിലെത്താൻ വേണ്ടി. നരാബറിന് ഈ മൗണ്ട് കപ്പൂത്തർ 30 മിനിറ്റ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും ഞാനിവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു 1 ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു കീലിട്ട റോഡിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ നല്ലൊരു വ്യൂ ആണ്. കാര്യം നമുക്ക് എത്ര ചൂടുള്ളൊരു കാലാവസ്ഥയാണെങ്കിലും ഇവിടെ ഒരു 10 ഡിഗ്രി 7 ഡിഗ്രി ആ ഒരു ഫീലേ വരുന്നുള്ളൂ. കാര്യം നല്ലൊരു തണുത്ത ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡും കാണാൻ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മളിപ്പോൾ ഏകദേശം ഡ്രൈവ് ചെയ്ത് മുകളിൽ പോവുകയാണ്. കാര്യം മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഒന്നല്ല, അറൗണ്ട് ഒരുപാട് വ്യൂ പോയിന്റ്സും ഉണ്ട്. നമുക്ക് നടന്നു പോയി ട്രക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ലുക്ക് ഔട്ട്സ് ഉണ്ട്. അറൗണ്ട് 13-14 ലുക്ക് ഔട്ട്സാണ് എനിക്ക് നോക്കാൻ മനസ്സിലായി കഴിഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് നല്ല വ്യൂ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് അതായത് ചെറുതായിട്ടുള്ള നടപ്പാതയിലൂടെ പോയാണ് നമ്മൾ അവിടെ പോകേണ്ടത്. പിന്നെ ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. കാര്യം ഞങ്ങളും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്താണ് പോകുന്നത്. ക്യാമ്പിംഗ് സൈറ്റിൽ വെച്ച് ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഏകദേശം എത്തി നമ്മൾ. ഇപ്പം നമ്മൾ ആദ്യം ഒരു സ്പോട്ടിൽ നിന്ന് ഒരു സ്പോട്ട് നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി വേണമെങ്കിലും ക്ലൈം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് എല്ലായിടത്തും നമുക്ക് ട്രക്ക് ചെയ്ത് ക്ലൈം ചെയ്യാം. ഇപ്പം ഞങ്ങൾ ടോപ്പിൽ പാരൻസ് ഉള്ളതുകൊണ്ട് ടോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് വിചാരിച്ചാണ് മുകളിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. കാര്യം മില്യൺ വർഷങ്ങൾക്ക് മുണ്ടായ അഗ്നിപർവ്വത പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഏകദേശം 17-21 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വതം സ്ഫോടനങ്ങൾ നടന്നുണ്ടായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്താ പറയുക, അന്നത്തെ ആദിവാസികൾ താമസിച്ചിരുന്ന പ്രദേശമായിട്ടും പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാന ആദിവാസികളായ പ്രദേശം കൂടെയാണ് ഈ പറയുന്ന കപ്പൂത്തർ എന്ന സ്ഥലം. പിന്നെ ഒരുപാട് മലപ്രദേശങ്ങളാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, പല വ്യൂ പോയിന്റ് 360 ഡിഗ്രിയിലുള്ള വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. കാര്യം നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച. ഞങ്ങളിപ്പം ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് ഇപ്പോൾ ഇറങ്ങും. നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്ന് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ ലുക്ക് ഔട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന നടപ്പാതകളാണ് ഈ കാണുന്നത്. അപ്പോൾ ലുക്ക് ഔട്ട്സിൽ പോയി നിന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് നടന്ന് പോകുന്നത്. ഇവിടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ലുക്ക് ഔട്ട്സ് ആണുള്ളത്. അതിൽ മെയിൻ ലുക്ക് ഔട്ട്സ് എന്തോ ക്ലോസ്ഡ് ആയിരുന്നു, നമുക്ക് കാണാൻ പറ്റിയില്ല. കാര്യം എന്തോ അവിടുത്തെ നടന്നു പോകുന്ന പാതയുടെ എന്തോ ഇഷ്യൂസ് കാരണം അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡ്രൈവ് ചെയ്താണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കാണുന്നൊരു വ്യൂ, ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. അതേപോലെ നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയുമാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ, വെയിലുണ്ടായിരുന്നു പക്ഷേ എന്നാൽ തന്നെയും നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയായിരുന്നു. അതേപോലെ ഇതിൻ്റെ മെയിൻ ലുക്ക് ഔട്ട്സ് എന്ന് പറയുന്നത് ഗവർണർ സമ്മിറ്റ് ലുക്ക് ഔട്ട്, ഡോഗ് സ്കൈ ലുക്ക് ഔട്ട്, വെസ്റ്റ് കപ്പൂത്തർ റോക്സ്, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് രണ്ടാമത്തത് ലുക്ക് ഔട്ട്സ് കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാം നമുക്കിങ്ങനെ ഈ എന്താ പറയുക, ട്രക്ക് ചെയ്ത് കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരിടത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം കവർ ചെയ്ത് വരാം. പക്ഷേ നല്ല ടൈം എടുക്കും. അറൗണ്ട് 3 മണിക്കൂറോളം തോന്നും മൊത്തത്തിൽ നമുക്ക് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ.
ഈ 2 കഴിഞ്ഞപ്പം തന്നെ അമ്മു തളർന്നു, അച്ഛനും അമ്മയും തളർന്നു. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ എനിക്ക് അമ്മുവിനെ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അമ്മുവിനെ എനിക്ക് എടുത്തു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാര്യം നടക്കാൻ പറ്റാത്തൊരു എന്ന് വെച്ചാൽ ഒന്ന് തെറ്റിയാൽ ഒന്ന് വീഴും, അങ്ങനെ ഒരു ശ്രദ്ധിച്ച് നടക്കണമെന്നേ ഉള്ളൂ. കാര്യം ഇതേപോലെ ചെറിയ ചെറിയ പടികളിൽ കൂടെയാണ് നമ്മൾ നടന്നു വരേണ്ടത്. അതുപോലെ അച്ഛനും അമ്മയും വയസ്സായതുകൊണ്ട് അവർക്ക് ഒരുപാട് നടക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. അവൾക്കും നല്ല ഹാപ്പി ആയിരുന്നു. അടുത്ത ലുക്കൗട്ടിലോട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡോഗ് സ്കൈ ആ ലുക്കൗട്ടിലോട്ടാണ്, സ്കൈ ലുക്കൗട്ടിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ നിന്നും ഇതേപോലെ ഈ സാൻഡ് റോക്സിൻ്റെ ഒരു ടോപ്പ് വ്യൂവും അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോൺസൺ സ്പ്രിങ്സും നമുക്കിവിടെ വന്നുകൊണ്ട് കാണാൻ പറ്റും. അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പിക്നിക് ഏരിയ തന്നെയാണ്. ഈ പറയുന്ന ഫാമിലി ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഒരുപാട് കങ്കാരുകളും മറ്റു മൃഗങ്ങളും കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോയിട്ട് ഒന്നും കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ വന്നുകൊണ്ട് നന്നായിട്ട് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റും. രാവിലെ വരുന്നവർക്കൊക്കെ അതായത് നല്ല ഹോട്ടുള്ള ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുമായിരിക്കും. നമുക്കിത് നല്ല വ്യൂ ആയിട്ട്, അതായത് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇത് പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഈ സസ്യങ്ങളെല്ലാം ഔഷധ സസ്യങ്ങളെന്നാണ് പറയുന്നത്. അത്രയ്ക്കും എന്താ പറയുക, മാരകമായ അസുഖങ്ങൾക്കും മരുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ എന്താ പറയുക, ശാന്തവും കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ 1 ഡേ ട്രിപ്പിന് നമുക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതൊരു ട്രക്കിംഗ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. താണ്ടില്ലേ അമ്മയൊക്കെ നടന്ന് തളർന്നു, കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. അച്ഛൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമ്മയ്ക്ക് പിന്നെ കാലിൻ്റെ കുറച്ച് അസുഖങ്ങളുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അമ്മു ചർക്കിയടിച്ച് വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ അവളെ എടുക്കേണ്ടി വന്നത്. എല്ലാവരും തളർന്ന് ഇരുന്ന് കഴിഞ്ഞു. 2 ലുക്കൗട്ട് കണ്ടപ്പം തന്നെ രണ്ടുപേരും തളർന്നു. വേറെ എവിടെയും പോകാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങളും വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ നിന്നില്ല. കാര്യം ഇവരെയും കൊണ്ട് നടന്നു പോയി കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന മാപ്പിൽ സ്ഥലങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. കാര്യം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂവിലാണ്. പിന്നെ ഇനി ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇനി ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്താണ് ഇറങ്ങിയത്. കാര്യം ഇവിടെ കൊണ്ടുവച്ച് ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ച് കഴിക്കാമെന്ന് കരുതി ഫുഡ് പ്രിപ്പയർ ചെയ്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ അടുത്ത ക്യാമ്പിംഗ് പ്ലേസ് എവിടെയാണെന്ന് നോക്കി ഞങ്ങളും തിരിച്ച് ഡ്രൈവ് ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റ് കണ്ടുപിടിച്ചു. അതും അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഉണ്ട്. നമുക്കവിടെ ക്യാമ്പ് ചെയ്ത്, അതായത് എന്താ പറയുക, നൈറ്റ് സ്റ്റേ അടിക്കാൻ പറ്റിയ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ബാത്റൂം ആയിരുന്നാലും അല്ലെങ്കിൽ ബാർബിക്യൂ ആയിരുന്നാലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ക്യാമ്പിങ്ങിന് പറ്റിയത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് അവിടെ വെച്ച് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നേരെ അങ്ങോട്ട് പോയി. അവിടെ നമ്മളിപ്പം ഇതാണ് ഈ കാണുന്നതാണ് സ്ഥലം. കാർ അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ല തണലുള്ളൊരു പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, ഇവിടെ നിന്ന് നമുക്ക് നടന്ന അപ്പുറത്തെ വ്യൂസ് കാണാൻ വേണ്ടി പോകാം. പക്ഷേ എല്ലാവരും ടയർഡായതുകൊണ്ട് ഞാനും ഒഴിവാക്കി. കാര്യം പിന്നീടൊരു ദിവസം വന്ന് എല്ലാം ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന് എല്ലാം ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റി. നല്ല ആസ്വദിച്ച്, എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്കിങ്ങനെ ഒരു ഫുഡൊക്കെ കഴിക്കുന്നൊരു പ്രത്യേകതരം ഫീൽ തന്നെയാണ്. കാര്യം നമ്മളെപ്പോഴും വീട്ടിലിരുന്ന് ഫുഡല്ലേ കഴിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന് ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നല്ലൊരു വ്യൂസ് കാണാൻ പറ്റി. അതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആയിരുന്നു. അതുകൊണ്ട് വണ്ടി ചെന്ന് നിർത്തി അതും ഒന്ന് കാണാമെന്ന് കരുതി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു 1 ഡേ ട്രിപ്പിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.